ശ്രീ പി എം മാഷോ, പൂക്കോട് സർവകലാശാലയിൽ SFI ആണ് പ്രധാനപ്പെട്ട സംഘടന. ടി സിദ്ദിഖ് അടക്കമുള്ളവർ ആക്ഷേപം ഉന്നയിക്കുന്നത് SFI മാത്രമാണ്, മറ്റ് സംഘടനകളെ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ നിരവധി SFIയുടെ പ്രവർത്തകർ പ്രതികളാണ്. ചിലരെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ SFIക്ക് പുറത്ത് CPMൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ള ആക്ഷേപവുമുണ്ട്. ഇതിൽ എത്ര കണ്ട് SFIക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ കൊലപാതകത്തിൽ, ഈ ക്രൂരമായ കൊലപാതകത്തിൽ? ഏറ്റവും ദൗർഭാഗ്യകരമായ ക്രൂരമായിട്ടുള്ള സംഭവമാണ് പൂക്കോട് വെറ്റിനറി കോളേജിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് എന്നുള്ളതിനകത്ത് തർക്കമില്ല. അതിക്രൂരമായി ഒരിക്കലും ഒരു ക്യാമ്പസിനകത്തും ഉണ്ടാകാൻ പാടില്ലാത്ത നിലയ്ക്ക്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും എവിടെയും ആവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയ്ക്കുള്ള ആക്രമണമാണ് സിദ്ധാർത്ഥിന് നേരെ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻറ്റി റാങ്കിങ് കമ്മിറ്റിയുടെ, അതേപോലെ തന്നെ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്ന്. ഇതിനകത്ത് നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ SFIയുടെ പ്രവർത്തകരായിരുന്ന 4 ആളുകൾ, ആ ക്യാമ്പസിനകത്ത് SFIയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലൊക്കെ ഉൾപ്പെടെ ഉണ്ടായിരുന്ന 4 ആളുകൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള ഈ പ്രതിപ്പട്ടികക്കകത്ത് കോളേജ് കണ്ടെത്തിയിട്ടുള്ള, പോലീസ് കണ്ടെത്തിയിട്ടുള്ള കുറ്റക്കാരിലുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ അത് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ ആ ആളുകളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും അതേപോലെ തന്നെ ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ ക്യാമ്പസിനകത്ത് ആ ദിവസങ്ങളിൽ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒക്കെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഈ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഈ 18 വിദ്യാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 4 പേരാണ് SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. നിലവിൽ വിവിധ വിദ്യാർത്ഥികളെ, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിൽ SFIയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകൾ മുഴുവൻ അറസ്റ്റിലായി എന്നുള്ളതാണ് ഈ ഘട്ടം വരെ എനിക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി അവതാരകൻ ചോദിച്ച മറ്റ് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പസിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട സംഘടന SFI തന്നെയാണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ ക്യാമ്പസിനകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നിലയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ASF ആ ക്യാമ്പസിനകത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പോലെ ഏതൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒരു ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് ആരുടെയും അനുവാദത്തിന് ആവശ്യമില്ല. അങ്ങനെ അനുവാദം കൊടുക്കുന്നതിന് വേണ്ടിയോ അനുവാദം നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവകാശവും SFIക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച ബോധ്യം. ആ നിലക്ക് പൂക്കോട് ക്യാമ്പസിൽ എന്നല്ല, ഒരു ക്യാമ്പസിനകത്തും ഒരു വിദ്യാർത്ഥി സംഘടനയും ക്യാമ്പസിനകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് വിലക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് എതിർക്കുന്നതിന് വേണ്ടിയോ തടയുന്നതിന് വേണ്ടിയോ ഞങ്ങൾ ആളല്ല. ഈ ക്യാമ്പസിനകത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ഇപ്പോൾ ആ നിലയിലുള്ള ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലക്കകത്ത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിനകത്ത് ഇതര വിദ്യാർത്ഥി സംഘടനകൾക്ക് കടക്കാൻ അനുവദിക്കാൻ കഴിയാത്ത നിലയിലേക്ക് SFIയുടെ ഇടപെടലോ ഭീഷണിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ആ വിഷയം എത്തുമായിരുന്നു എന്നുള്ളതിനകത്ത് തർക്കമല്ല. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് താങ്കൾ രാവിലെയും ചോദിക്കുന്നത് കേട്ടു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ് ഈ ആളുകളൊക്കെ പ്രതികളാകുമ്പോഴല്ലേ നിങ്ങൾക്ക് ആ ക്യാമ്പസിൽ എന്താണ് അക്കഴിഞ്ഞ ദിവസം 14, 15, 16, 17, 18 തീയതികളിൽ നടന്നത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ SFIയുടെ ഇപ്പോൾ ഈ പൂക്കോട് സർവകലാശാല ക്യാമ്പസിലെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മാഫിയ സംഘമായി, ഒരൊറ്റ യൂണിറ്റ് മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നു എന്നല്ലേ നമ്മൾ ഈ അല്പം മുമ്പ് സംസാരിച്ച ആ അമ്മ പറയുന്നത് കേട്ടില്ലേ? ആ സ്വന്തം മുറിയിൽ താമസിക്കുന്ന ആ കുട്ടികൾ മാത്രമല്ല, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ആ പരസ്യ വിചാരണ നോക്കി നിന്ന 150ഓളം വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാണ്, കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു കോളേജ് യൂണിറ്റ്, SFI യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഗുണ്ട സംഘമായി മാറിയിരിക്കുകയാണെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ക്യാമ്പസിനകത്ത് SFI യൂണിറ്റ്, അതേപോലെ തന്നെ ക്യാമ്പസ് ആകമാനം ഒരു രാക്ഷസ കോട്ടയാണ് എന്നുള്ള നിലയിലേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ആ ക്യാമ്പസിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയിലേക്കുള്ള ഇടപെടലുണ്ടായി. അതിനർത്ഥം ആ ക്യാമ്പസിനകത്ത് ബാക്കി മുഴുവൻ വിദ്യാർത്ഥികളും ആ നിലയിലുള്ള ആളുകളാണ് എന്നുള്ളതല്ല.
എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരണങ്ങൾ, അവർ ഓരോ ദിവസവും ഓരോ കഥ പറയും. ഇന്ന് രാവിലെ പറഞ്ഞത് SFI അംഗത്വം എടുക്കാത്തതിന്റെ ഭാഗമായിട്ട് നടന്ന കൊലപാതകമാണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അതിന്റെ വാല് പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്താണ് ക്യാമ്പസിനകത്ത് ആ ദിവസം നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. അത് അന്വേഷിക്കേണ്ട ആളുകൾ ഞാനുമല്ല, ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളുമല്ല. അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടുന്ന നിയമ സംവിധാനങ്ങൾ അന്വേഷിച്ച് വസ്തുത പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ത് വസ്തുതയാണ് വരാനുള്ളത്? ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ അമ്മ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ നിസ്സാര സംഭവങ്ങളുണ്ട്. ഇതിന് പരസ്യ വിചാരണ ചെയ്യാൻ ആര്? പരസ്യ വിചാരണ അവിടെ നടന്നു എന്ന കാര്യത്തിൽ അവ്യക്തതയൊന്നുമില്ലല്ലോ. ആ പരസ്യ വിചാരണയിൽ SFIയുടെ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവ്യക്തതയില്ലല്ലോ. കൊടിയ മർദ്ദനം ഈ കുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ SFIക്കും പൊതുസമൂഹത്തിനാകെയും ഒരു സംശയവും ഇല്ലല്ലോ. ആ കൊടിയ മർദ്ദനത്തിൽ ഒന്നുകിൽ മനം നൊന്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിയെ കെട്ടിത്തൂക്കിയതായിരിക്കാം കൊല ചെയ്തതിന് ശേഷം. ഇത്ര മാത്രമേ ഉള്ളൂ അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. Debate with MV Nikesh Kumar.